നമസ്കാരം. AKG സെന്ററിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എന്ത് ഗംഭീരമായിട്ടുള്ള വാർത്താ സമ്മേളനം എന്ന് തോന്നിപ്പോയി. CP ജോൺ ഈ പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചത് മുതൽ ഈ പ്രളയക്കെടുതിയിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവം വരെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം തുറന്നു കാട്ടി എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള ആ വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഈ സമയത്ത് അസഹിഷ്ണുത പൂണ്ട ചില മാധ്യമപ്രവർത്തകർ, വലതുപക്ഷ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കൊക്കെ വായടപ്പിക്കുന്ന മറുപടിയും പറയുന്ന കാഴ്ച കണ്ടു. എന്തായാലും നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് CP ജോണിൻ്റെ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ സ്ത്രീകളെ അവമാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ജനങ്ങളോട് മാപ്പ് പറയണം എന്നിപ്പോഴും കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാക്തീകരിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗമാണ് കേരളത്തിലെ സ്ത്രീകൾ. കേരളത്തിൽ പകുതിയോളം തദ്ദേശ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഭരിക്കുന്നത് സ്ത്രീകളാണ്. വിദ്യാഭ്യാസത്തിലൂടെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളുടെയും മുന്നേറിയ മലയാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹമാകെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഈ ജനവിഭാഗത്തെയാണ്, ഈ സ്ത്രീകളെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി അപമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ശാക്തീകരിച്ച മലയാളി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളെയും കേരളത്തിൽ പൊതുസമൂഹവും സ്ത്രീകൾ പ്രത്യേകിച്ചും അനുവദിക്കില്ല എന്ന ഉറച്ച ധാരണയാണ് എനിക്കുള്ളത്. മന്ത്രിയുടെ പുരുഷമേധാവിത്വ ചിന്തയിൽ നിന്നാണ് സ്ത്രീകൾക്ക് എന്തോ ഔദാര്യം നൽകുന്നു എന്ന നിലയിലുള്ള ഈ പരാമർശങ്ങൾ വരുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അധികാരത്തിലെത്തിയപ്പോൾ അത് ഓർഡിനറിയിലേക്ക് മാത്രമായി ചുരുക്കി. അതൊരു വഞ്ചനയായിരുന്നു. ആദ്യം തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്കെല്ലാം ഇനി പരമസുഖമായി എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു അമ്പലത്തിലേക്ക് പോകാനല്ല, തീർത്ഥാടനത്തിന് വളരെ ദൂരത്തേക്ക് പോകാനുള്ള സൗകര്യമായി എന്നാണ് അന്ന് പറഞ്ഞത്. അതാണ് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കിയത്. പാവപ്പെട്ടയാളായി സ്ത്രീകൾ അഭിനയിച്ച് കാട്ടുകയാണ് എന്ന് മന്ത്രി അധിക്ഷേപിക്കുകയാണ്. മാത്രമല്ല, ഇവർക്ക് എന്തോ ഔദാര്യം നൽകുന്ന എന്ന നിലയിൽ ഈ യാത്രയെ ഗതാഗത വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ യാത്രയുടെ പണം കണ്ടെത്തുന്നത് എന്ന കാര്യം മന്ത്രി മറക്കാൻ പാടില്ല. ഏതെങ്കിലും സ്ത്രീ അപേക്ഷിച്ചിട്ടാണോ ഈ സൗജന്യം നൽകുന്നത്? സ്വാഭാവികമായൊരു ചോദ്യമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി UDF നൽകിയ വാഗ്ദാനമല്ലേ? എന്നിട്ടും എന്തിനാണ് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നവർക്കെതിരായി സർക്കാർ അവരെ അവമാനിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ വീട്ടമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു 1000 ഉറുപ്പിക സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന പദ്ധതി. ആ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ പദ്ധതിയിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം യഥാർത്ഥത്തിൽ 31.39 ലക്ഷം ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. 16 ലക്ഷം ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാധ്യത ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഏറ്റെടുത്ത ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC-യിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാമോഹം ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ആദ്യത്തെ അട്ടിമറിയായിരുന്നു ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കി. ഇപ്പോഴും ഓർഡിനറി ബസ്സിലേക്ക് കയറുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പരസ്യപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരായിട്ട് കേരളത്തിൽ അതിശക്തിയായ ജനാധിപത്യ ശക്തികളുടെ, അത് ഞാൻ സ്ത്രീകളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് മന്ത്രിയുടെ പരാമർശം. അത് വളരെ രസകരമായ ഒന്നാണ്. ആളുകൾ ആശുപത്രിയുടെ വരാന്തയിൽ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആശുപത്രിയുടെ വരാന്തയിലാണോ ചികിത്സ നടക്കുന്നത്? എല്ലാം ഒരുതരം അപമാനം സൃഷ്ടിക്കുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. ഇതിയുടെ ഭാഗമായിട്ട് ഒരു കുട്ടി ജിജി ജോൺ പറയുന്നത് നമ്മൾ കേട്ടു. വളരെ വികാരപരമായ ഒരു പ്രകടനമായിരുന്നു ആ കുട്ടിയുടെ ഭാഗമായിട്ടുണ്ടായത്.
വിഴിഞ്ഞത്ത് വെള്ളം മറിഞ്ഞ് പുല്ലുവിള സ്വദേശിയായ ജോണിനെ കാണാതായിട്ട് 5 ദിവസമായി. 5 ദിവസത്തിന് ശേഷം ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിലുള്ള തിരച്ചിൽ. ആ കുടുംബം ഇതിനെതിരായിട്ട് ശക്തിയായിട്ട് പ്രതികരിച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. തിരച്ചിൽ ശരിയാവുന്നില്ല എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ പോയ കാര്യം ആ കുട്ടി പറയുകയാണ്. അത് ഒരാളുടെ ജീവന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോകുന്നു. എന്നാൽ തൻ്റെ കാണാതായി പോയ എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ വിസമ്മതിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് ആ കുട്ടി പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അപകടം മുഖ്യമന്ത്രിയുടെ വീട്ടിലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞാൽ ഒരു മകളുടെ ചോദ്യം ഈ സർക്കാരിന് നേരെയുള്ള കണ്ണീര് കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് എന്ന് നമ്മൾ കാണണം. അല്ല, ആദ്യത്തെ അത് തിരുത്തില്ല ഇത്. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രയാസമൊന്നുമില്ല. അക്കൗണ്ട് ചെയ്തെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. ഞാൻ അവസാനം പറഞ്ഞത് GAD ഫണ്ടിൽ നിന്ന് തന്നെ മാറ്റി തന്നെയാണ് കേട്ടാ. GAD ഫണ്ടിൽ തന്നെ പിന്നീട് കൊടുത്തു. പിന്നീട് നിങ്ങൾ ആദ്യത്തേത് മാത്രം കണ്ടോ, രണ്ടാമത്തെ കൂടി കണ്ടോ? രണ്ടും കൂടി കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും കേന്ദ്രീകരിച്ച് നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ നല്ല നിലയിലുള്ള ഒരു ഇടപെടൽ നടത്തണം. കാരണം നമ്മൾ നേരിട്ട് പോകുമ്പോഴാണ് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാകുന്നത്. ഓരോ ക്യാമ്പിലും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. ആ ക്യാമ്പിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അതിപ്പോൾ ഗവൺമെന്റിനെ ആശ്രയിച്ച് മാത്രമല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 15 ലക്ഷത്തിലധികം ആളുകൾ ഈ പറയുന്ന രീതിയിൽ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഈ കേരളത്തിലെ ഒന്നടങ്കം മനുഷ്യരാണല്ലോ അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അതൊക്കെ ഇപ്പോഴും ചെയ്യും. പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല. അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടലില്ലായ്മയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ ഇതെല്ലാം നൽകാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. കിടന്നുറങ്ങുന്നതിന് വേണ്ടിയുള്ള പായ കൊടുക്കുന്നതിന് എന്താ പ്രയാസം? അതൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമല്ല ശരിക്കും വരും, ഇനിയും വരും, വന്നിട്ടുമുണ്ട്. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരുന്നു, ഇനിയും വരും. ഇപ്പോഴും വന്നിട്ടുണ്ട്, ഇനിയും വരും. എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 5 ദിവസമായി. 5 ദിവസത്തിനിടയിൽ എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളത്. അല്ല, അദ്ദേഹം തന്നെ പ്രതികരിക്കണമെന്നില്ല, ഞങ്ങളെല്ലാം പ്രതികരിച്ചല്ലോ. ഇനിയും പ്രതികരിക്കാൻ ഇനി പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതികരിക്കാനുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതികരിക്കുകയും ചെയ്യുക. അതിലൊന്നും പ്രതികരിക്കുന്നതിന് ഇപ്പോൾ പ്രയാസം ഒന്നുമില്ല, നമുക്കെല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പത്രങ്ങൾ തന്നെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ മനോരമേൻ്റെ ഫ്രണ്ട് പേജ് തന്നെ കേരളം ഉത്തരവാദി ആരാന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ ദുരിതത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയും അതുപോലെ തന്നെ മനോരമയും ഉൾപ്പെടെ മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒക്കെ കേരളത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ട് എഴുതുന്നതാണ് എന്ന് തന്നെയാണ് ധരിക്കേണ്ടത്. പക്ഷേ അതിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം, പ്രശ്നങ്ങളുണ്ടാവും, സങ്കീർണമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലുണ്ടാവും. പക്ഷേ അതിലിടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈ മുഖ്യമന്ത്രി എടുക്കേണ്ടുന്ന മുൻകൈ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ആക്ഷേപമായിട്ട് വരുന്ന പ്രശ്നം. അല്ലാതെ നമുക്ക് ഞാൻ ഇതിനകത്ത് വേറെ രാഷ്ട്രീയം കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയം കാണേണ്ടതില്ല. എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫലപ്രദമായിട്ട് നേരിടേണ്ടത്. നമ്മൾ കേരളത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്.